നമസ്കാരം. 2026 എവിടെ നോക്കിയാലും റെസൊല്യൂഷൻ. ഇൻസ്റ്റാഗ്രാമിൽ ഈ ഹാബിറ്റുകൾ റെസൊല്യൂഷനിൽ ഉൾപ്പെടുത്തു. യൂട്യൂബിലും അങ്ങനെ വരുന്നുണ്ട്. എവിടെ നോക്കിയാലും മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം തന്നെ എഴുതി വെക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. കമ്മിറ്റ്മെൻ്റ് ആണ്. അതിന് കൺസിസ്റ്റൻസി ഉണ്ടോ എന്നുള്ളത് ചിന്തനീയമാണ്. കാരണം റിലേറ്റീവ്ലി കൺസിസ്റ്റൻ്റ് ഒന്നും ഇല്ലാതെ തന്നെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. എല്ലാവരും ഒരു തോണിയിൽ തന്നെയാണ്. നമുക്കിവിടെ 2026 ഈ പറയുന്ന റെസൊല്യൂഷൻ എല്ലാം തന്നെ എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് പ്രാവർത്തികമാക്കുവാനുള്ള ഒരു ചിന്ത നമ്മുടെ ആചാര്യന്മാർ, ഋഷികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികളും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റ ഉടനെ ആദ്യത്തെ 10 മിനിറ്റ് വളരെ വിലപ്പെട്ടതാണ്. ആ 10 മിനിറ്റ് ഇന്ന് നാം എങ്ങനെയാണ് ചെലവാക്കുന്നത് എന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ ഇന്ന് എഴുന്നേൽക്കുന്നത് തന്നെ രാവിലെ 8 മണി, 9 മണി, 10 മണി, ആ ഒരു ബയോളജിക്കൽ ക്ലോക്കെല്ലാം മാറി തകിടം മറിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. എഴുന്നേറ്റ ശേഷവും ആദ്യം നോക്കുന്നത് മൊബൈലാണ്. മൊബൈലിൽ വന്നിട്ടുള്ള മെസ്സേജ്, ലൈക്സ്, ഡിസ്ലൈക്സ്, കമൻസ് എന്നിങ്ങനെ പോവുകയാണ്. നമ്മുടെ ജീവിത രീതി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ദയവ് ചെയ്ത് ആ ഒരു പ്രവണത മാറ്റിവെക്കുക. അത് ആരോഗ്യത്തിനും നല്ലതല്ല, കണ്ണിന് നല്ലതല്ല, ശേഷം ചിന്തനീയം. ഇവിടെ സ്മരിക്കേണ്ടത് ആദ്യത്തെ 10 മിനിറ്റ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ ശേഷം എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത് എന്നുള്ളത് കൂടി നമുക്ക് വിശദീകരിക്കാം. വലതുവശം ചെരിഞ്ഞ് കിടന്ന ശേഷം സാവധാനം എഴുന്നേറ്റിരുന്ന ശേഷം നാം ആദ്യം തന്നെ നോക്കുന്നത് നമ്മുടെ കൈകളെ തന്നെയാണ്. കാരണം ഈ ഉദ്യമം നമ്മൾ കൈകൾ കൊണ്ട് തന്നെയാണ് ഈ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നത്. ആ കൈയിലേക്ക് നോക്കിയിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലെ സ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് സ്വന്തം കൈകളിലേക്ക് നോക്കുന്നു. അയം മേ ഹസ്തോ ഭഗവാൻ, അയം മേ ഭഗവത്തരഹ എന്ന് പറയുന്നുണ്ട്. വേദങ്ങൾ തന്നെ പറയുന്നു. അപ്പോൾ ആ ഹസ്തം, കൈകളിൽ തന്നെയാണ് ദേവതകളെല്ലാം തന്നെ. അങ്ങനെ ആ കൈയെ നോക്കി സ്മരിച്ച ശേഷം 10 മിനിറ്റ് നാം ചിന്തിക്കണം. അതായത് മനസ്സിൻ്റെ അടുത്ത് നാം ആജ്ഞാപിക്കുന്നു. ഈ മനസ്സാണ് പലപ്പോഴും മടിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഒരുപക്ഷെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ഒരു 5 മിനിറ്റ് കൂടെ കഴിയട്ടെ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും വീണ്ടും നാം കിടക്കുന്നത്. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാം എന്നുള്ള ചിന്ത വന്നു എന്നിങ്ങനെ നമ്മൾ നീട്ടി കൊണ്ടുപോവുകയാണ്. അതായത് ഈ മനസ്സ് ഒരു വല്ലാത്ത ഒരു എന്താ പറയുകയെന്നറിയില്ല. കാരണം മനസ്സാണ് നമ്മുടെ ലഥാർജിക്കായിട്ട്, നമ്മുടെ കൂടപ്പുറപ്പായിട്ട് ഈ മടി എന്ന് പറയുന്ന ഒരു സാധനം. അതിനെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ റെസൊല്യൂഷൻ 2026 നടപ്പിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ ഞാൻ പറയുന്നത് മനസ്സെ നീ കേൾക്കണം എന്നുള്ള ഒരു വസ്തുതയാണ് ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ചത്. ആ 10 മിനിറ്റോളം നാം നമ്മളെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. ആ മനസ്സിനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. അന്നത്തെ കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്യാം, അതൊന്നും തെറ്റില്ല. ഈ ഒരു 10 മിനിറ്റിലേക്ക് മനസ്സിൻ്റെ അടുത്ത് ആജ്ഞാപിക്കണം, ഞാൻ പറയുന്നു, മനസ്സ് കേൾക്കണം എന്നുള്ളതാണ്. ആ ഒരു മോഡിലേക്ക് നാം ചിന്തിക്കണം. അതുപോലെ തന്നെ അന്നേ ദിവസത്തെ കാര്യങ്ങളെല്ലാം തന്നെ ചിന്തിക്കാം. മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രാണായാമത്തിലൂടെയാണ്, ശ്വാസഗതിയിലൂടെയാണ്. ഏവരും ഇനിയിപ്പോൾ പ്രാണായാമം ശീലിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചിന്തിക്കാം. ശ്വാസോച്ഛ്വാസം, അവരവരുടെ ശ്വാസം ഉച്ഛ്വാസം അതിലേക്ക് ഫോക്കസ് ചെയ്യുക, മനസ്സ് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ആകും. പ്രാണായാമം അതിനുശേഷം ശീലിക്കുക. ഈ ഒരു 10 മിനിറ്റ് എന്നും നിങ്ങൾ ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സ് വരുതിയിൽ വരും. ഈ എഴുതുന്ന റെസൊല്യൂഷൻ എല്ലാം തന്നെ നമുക്ക് നടത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. ഏവർക്കും പരീക്ഷിക്കാം. നമസ്കാരം.